മുടിയിൽ നര വരുമ്പോഴും മുടി കൊഴിച്ചിലുണ്ടാകുമ്പോഴും കെമിക്കൽ പരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുടിയെ കെയർ ചെയ്യാനായിട്ട് ഇനി നിങ്ങൾ ആരും നോക്കേണ്ട. അതിൻ്റെ പുറകിന് പോയിട്ട് നിങ്ങളുടെ മുടി നശിപ്പിക്കേണ്ട ഒരാവശ്യവും പോലുമില്ല. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. എത്ര നരയുണ്ടെങ്കിലും അത് മാറ്റാനും കൂടാതെ തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതും മാറ്റി നല്ലതുപോലെ മുടി വളരാനും ഡാൻഡ്രഫിനെ ഇല്ലാതാക്കാനും നരയൊക്കെ ഇല്ലാതാക്കി നല്ല കറുത്ത മുടി നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ എളുപ്പം സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതെന്താണെന്നുള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. ഒട്ടുമിക്ക പേരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര. അത് എങ്ങനെ മാറ്റണം എന്നറിയാതെ പലരും ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇനി അത് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന നരയും മറ്റുള്ള എന്ത് മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും മാറ്റി മുടി നല്ലതുപോലെ നിങ്ങൾക്ക് വളരാനും മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ മുടിക്ക് ഒരു നര പോലും വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഞാനിവിടെ ലൈവ് ചേഞ്ചസ് ഒക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മുടിയിൽ തന്നെ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ചേഞ്ച് കാണാൻ സാധിക്കും. ഇപ്പം എൻ്റെ മുടിയിൽ നരയില്ല, പക്ഷേ നരയുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ മുടിയിൽ ചെയ്ത് കാണിക്കാൻ എനിക്കിപ്പോൾ സാധിക്കുന്നില്ല. ഹസ്ബൻഡ് ഡ്യൂട്ടിയിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുടിയിൽ ഞാൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. എൻ്റെ മുടിയുടെ കളർ എന്ന് പറയുന്നത് നല്ല ഹാർഡ് ബ്ലാക്ക് അല്ല, ചെറിയ ചെമ്പൻ മുടിയാണ് എൻ്റേത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം മുടിയുടെ ബ്ലാക്ക് ഉണ്ടോ അടിപൊളിയായിട്ട് നല്ലപോലെ മുടിക്ക് ബ്ലാക്ക് കളർ വീണ്ടെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ നര മാറ്റാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ഡാൻഡ്രഫ് മാറ്റാനും ഒക്കെ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് സാധിക്കും. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമാണ് ഇത്. ആഴ്ചയിലൊരിക്കലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചേഞ്ച് നിങ്ങൾക്ക് കിട്ടും. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് പോകാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കാം. അത് ചെയ്തിട്ടുള്ള റിസൾട്ടും കാണാം കേട്ടോ. മുടിയിലുണ്ടാകുന്ന എത്ര പഴക്കം ചെന്ന നര മാറ്റാനും കൂടാതെ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനും മുടിയിലുണ്ടാകുന്ന ഡാൻഡ്രഫ് മാറ്റാനുമൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഹെയർ പാക്കിൽ നിന്ന് സാധിക്കും. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. കറിയാപ്പല എന്ന് പറയുന്നത് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. നമ്മുടെ മുടിക്ക് നല്ലപോലെ കറുപ്പ് വീണ്ടെടുക്കാൻ കറിയാപ്പലയിൽ നിന്ന് സാധിക്കും. കറിയാപ്പല ഇട്ട വെള്ളമൊക്കെ കുടിക്കുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്കും നല്ലതാണ്. കൂടാതെ തന്നെ മുടിയിലുണ്ടാകുന്ന നര മാറ്റാനുമൊക്കെ ഈ കറിയാപ്പല ഇട്ടുള്ള വെള്ളം കുടിക്കുന്നത് കൊണ്ടൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ട മീഡിയം വലിപ്പത്തിലുള്ള കറ്റാർവാഴയുടെ തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കറ്റാർവാഴ തണ്ട് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ അലവേറയുടെ അതായത് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലെടുത്താലും മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളക്കരുവാണ് നമുക്ക് വേണ്ടത്. ഇത്രയുമാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ. ബാക്കിയുണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. എന്തായാലും നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്തായാലും ഞാനൊരു മിക്സിയുടെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കറിയാപ്പല ഇട്ട് കൊടുക്കാം. കറിയാപ്പല വളരെ ഗുണങ്ങളുള്ളതാണ്. കറിവേപ്പില മാത്രമായിട്ട് മുടിയിൽ അരച്ച് തേക്കുന്നതുമൊക്കെ മുടി വളർച്ച കൂട്ടാനും നര മാറ്റാനും കൂടാതെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടാകുന്നതൊക്കെ തടയാനുമൊക്കെ സഹായിക്കുന്നതാണ്. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് മുടി മാത്രം നിങ്ങളുടെ താടിയിലും മീശയിലും ഒക്കെ പുരട്ടാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നത് എല്ലാ ആഴ്ചയിലും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറ്റാർവാഴയുടെ തണ്ട് കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. കറ്റാർവാഴയുടെ തണ്ട് കട്ട് ചെയ്തിട്ട് ഇടാം. ഓക്കെ, എന്തായാലും ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് കറ്റാർവാഴ മുടി വളർച്ച കൂട്ടാനും കൂടാതെ തന്നെ ഡാൻഡ്രഫിനെ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മുടെ മുടിയിലെ വേരുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നര ഉണ്ടാവുന്നതിനെ കുറയ്ക്കാനുമൊക്കെ കറ്റാർവാഴ ജെല്ലിൽ നിന്നൊക്കെ സഹായിക്കും. അങ്ങനെ കറ്റാർവാഴയുടെ തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയുടെ എഗ് വൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. എഗ് വൈറ്റ് മാത്രം മതി, ഇത് വേണ്ട കേട്ടോ. എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഒരു മുട്ടയുടെ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ ഹെന്ന പൗഡറാണ് ചേർക്കുന്നത്. പറമ്പിലൊക്കെ മൈലാഞ്ചി ഇല ഉണ്ടെങ്കിൽ
ഒരു പിടി, അതായത് നമ്മുടെ ഈ ഒരു പിടിയില്ലേ, ഈ പിടി ഇതുപോലൊരു പിടി മൈലാഞ്ചി ഇല ഇടുന്നതായിരിക്കും നല്ലത്. ഇവിടെ മൈലാഞ്ചി ഇല കിട്ടുന്നില്ല കേട്ടോ. ഇത് തന്നെ കറിവേപ്പിലയൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കിട്ടിയത്. മൈലാഞ്ചി ഇല ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഞാനിവിടെ മൈലാഞ്ചി ഇലയാന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് നോക്കിയത് വേറെ ഏതോ ഒരു ചെടിയുടെ ഇലയായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും 1.5 ടേബിൾ സ്പൂൺ നമുക്ക് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആംല എന്ന് വെച്ചാൽ നെല്ലിക്ക പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 2 എണ്ണത്തിൻ്റെ ചെറിയ ചെറിയ പീസാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നെല്ലിക്ക ഇപ്പം സീസൺ അല്ലാത്തത് കൊണ്ട് കിട്ടുന്നില്ല. ഞാനതുകൊണ്ട് നെല്ലിക്ക പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ഇൻഡിഗോ പൗഡർ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ചേർക്കണ്ട, ഇത്രയും മതിയാകും. ഞാനിവിടെ ഇൻഡിഗോ പൗഡർ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുക്കുക. അങ്ങനെ 1 ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് നല്ലതുപോലെ അരയ്ക്കാം. ഇത് അരയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഉള്ളതാണ്, അവിടെ ചെറുതായിട്ട് അരയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത് ചെറിയ ഒരു മീഡിയം വലിപ്പത്തിലുള്ളതായിരിക്കും. പക്ഷേ ഇതെൻ്റെ വലുതുണ്ട്, ഇത്രയും വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി വെള്ളം ചേർക്കേണ്ടി വരും. നിങ്ങൾക്ക് ചിലപ്പോൾ അരയുന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട കേട്ടോ. എന്തായാലും ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അരച്ചെടുത്ത് കണ്ടോ, ഇത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് മുടിയിൽ തേക്കാം. മുടിയിൽ തേച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും ഒക്കെ ഞാൻ കാണിക്കാം നിങ്ങളെ. എന്തായാലും ഇത് ഞാൻ മുടിയിലേക്ക് തേക്കട്ടെ. ഞാൻ മുടിയെല്ലാം അഴിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ ആ ഒരു പാക്ക് കണ്ടല്ലോ, മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഈ ഒരു മുടിയുടെ വേരിലേക്ക് വേണം തേച്ച് പിടിപ്പിക്കാനായിട്ട്. ഓക്കെ, ഇത് കണ്ടോ, ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. കാരണം നമ്മുടെ മുടിയുടെ വേരുകളിലേക്ക് നല്ലതുപോലെ ഇറങ്ങിച്ചെന്നാലേ നമ്മുടെ മുടിയുടെ നര മാറ്റാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ഒക്കെ സഹായിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്താലും നമുക്ക് ഒരു റിസൾട്ടും മുടിയിൽ കിട്ടില്ല. അതുകൊണ്ടോ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. എൻ്റെ മുടിയിൽ നരയൊന്നുമില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്, കറക്റ്റായിട്ട് എല്ലാം മനസ്സിലാവണ്ടേ, അതിനു വേണ്ടിയാണ് എൻ്റെ മുടിയിൽ ഞാൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ആരെങ്കിലും കൂടെ സഹായിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായിച്ച് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വന്ന് തന്നിട്ട് ചെയ്യാം. നമ്മളതിലേക്ക് ഇങ്ങനെ ആക്കിയാൽ മതി. ഇതുണ്ടോ, ഇങ്ങനെ ആക്കുമ്പോൾ നല്ലപോലെ വകുപ്പ് കിട്ടും. കണ്ടോ, അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മളെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് അത് നമ്മുടെ മുടിയുടെ വേരുകളിലേക്കെല്ലാം നല്ലതുപോലെ ഇറങ്ങാനായിട്ട് സഹായിക്കും. ഓക്കെ, ഞാൻ ബാക്കി എന്തായാലും എല്ലാം തേച്ചൊന്ന് പിടിപ്പിക്കട്ടെ കേട്ടോ. ഇവിടെയൊക്കെ നരയുണ്ടെങ്കിൽ ഇങ്ങോട്ടുമൊക്കെ ഈ ഭാഗത്തേക്കൊക്കെ തേക്കണം കേട്ടോ. നമ്മുടെ മുടി ഉണ്ടല്ലോ, എല്ലാം കൂടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റുമ്പോൾ ബാക്കിയുള്ളത് കൂടെ നമ്മുടെ മുടിയിൽ തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, ഇതുണ്ടോ, തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, തേച്ച് പിടിപ്പിച്ച് അടിയിൽ നിന്നുമൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ പ്ലാസ്റ്റിക് ഏതെങ്കിലും ഇതുപോലത്തെ ഒരു കവറുണ്ടെങ്കിൽ അതെടുക്കുക. അതെടുത്തിട്ട് മുടി കയറ്റി വെച്ച് കുറച്ച് നേരം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് മുടിയെ ഇരിക്കണം. എന്നാലേ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇപ്പം ഞാൻ വെച്ചേക്കുന്ന ടൈം എന്ന് പറയുന്നത് 11 മണിയായി. ഞാൻ എന്തായാലും കഴുകുന്നത് 11:30 ആകുമ്പോഴത്തേക്ക് കഴുകത്തുള്ളൂ. അത്രയും നേരം മുടിയിൽ അതിരിക്കും. ഇരുന്നത് മുടിയുടെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഇത് നിങ്ങൾ കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് മറ്റുള്ള സോപ്പോ ഒന്നും ഉപയോഗിക്കരുത്. സാധാരണ വെള്ളത്തിൽ ഉപയോഗിച്ച് കഴുകണം. ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും വേണ്ട, സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ മതി. എന്തായാലും നമുക്കിത് മുടിയിലിരിക്കട്ടെ.
ഞാൻ പറഞ്ഞല്ലോ 11 മണിയൊക്കെയാണ് ഞാനിപ്പോൾ വെച്ചേക്കുന്നത്. ഞാൻ 11:30 ആകുമ്പോഴത്തേക്ക് കഴുകത്തുള്ളൂ. അത്രയും നേരം നമുക്കിരിക്കണം, അരമണിക്കൂറെങ്കിലും നമ്മുടെ മുടിയിൽ ഇതിരിക്കണം, എന്നാലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. എന്തായാലും ഞാൻ കുറച്ച് നേരം വെക്കട്ടെ. വെച്ചതിന് ശേഷം കഴുകിയിട്ടുള്ള ചേഞ്ചസൊക്കെ കാണിക്കാം. കഴുകിയതിന് ശേഷമാണ് ഞാൻ ഇരിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളി ബ്ലാക്ക് കളറായിട്ടിരിക്കുന്നുണ്ടോ? എൻ്റെ മുടിയിൽ നരയില്ല, പക്ഷേ എന്നാൽ നല്ല അടിപൊളി ബ്ലാക്ക് കളറായിട്ടിരിപ്പുണ്ട്. ഇത് നമ്മൾ മുടിയിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം, നമ്മുടെ പാക്കൊക്കെ മുടിയിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ദിവസം മുഴുവൻ എണ്ണ തേക്കാനേ പാടില്ല. മുടിയെ ഫ്രീ ആയിട്ട് വിടുക. കാരണം നമ്മൾ മുടിയിൽ തേച്ച കാര്യങ്ങൾ മുടിയുടെ വേരുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടിയാണ് എണ്ണയൊന്നും തേക്കണ്ട എന്ന് പറഞ്ഞത്. നിങ്ങൾക്കിപ്പോൾ ചിലർക്ക് തലനീരൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എണ്ണ എടുത്തിട്ട് നമ്മുടെ ഇവിടെ ഉച്ചിയിൽ പുരട്ടിയാൽ മതി. എണ്ണ മുഴുവൻ മുടിയിൽ തേച്ച് പിടിപ്പിക്കേണ്ട. പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ എങ്ങനെയാണോ മുടിയിൽ എണ്ണ തേക്കുന്നത് അതേപോലെ പിറ്റേ ദിവസം തൊട്ട് ചെയ്താൽ മതി. കണ്ടോ, മാറ്റം കണ്ടോ? അടിപൊളിയാണ്, നല്ലപോലെ ബ്ലാക്ക് ആയിട്ടുണ്ട്. നേരത്തെ എൻ്റെ മുടിക്ക് നല്ലൊരു ചെമ്മൻ കളറായിരുന്നു, അതൊക്കെ മാറി നല്ല അടിപൊളി ബ്ലാക്ക് ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യണം, അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യുന്നതും അത് ചെയ്തിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കൂ, നല്ല ചേഞ്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുതേ കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഇത് ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് പറയാൻ മറക്കരുതേ കേട്ടോ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.